അവിടെ ഇരിക്കുക. നിങ്ങളുടെ വരവൊന്നും നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്താണ്ടാ പണ്ഡിതനാ. ഇത് പൗഡറല്ലേ? എന്റെ മൂത്ത മോന്റെ കല്യാണമായി. ചെറുക്കന്റെ പെണ്ണിന്റെ പൊരുത്തം ഒന്ന് നോക്കണം. എന്താണ് ഗ്രഹനില? കബഡി ഒന്ന് നേരത്തെ നോക്കണം. ശുക്രൻ കേതുവിലാണ്. അതിന് വിക്രമണ്ണനെ ഇപ്പൊ പറഞ്ഞ വഴിക്കും കണ്ടേണല്ലേ? വിക്രമല്ല, ശുക്രൻ. ഈ ശുംഭനെ പിടിച്ച് പുറത്താക്ക. അമ്മേരെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഈ കെട്ടാൻ പോണ ചെക്കന് പെങ്ങളുണ്ടോ? ഉണ്ട്. പെങ്ങളുടെയും അമ്മയുടെയും ജാതകം വേണം. കെട്ടാൻ പോണ ചെറുക്കന്റെയും പെണ്ണിന്റെയും ജാതകം പോരെ തിരുമേനി? എന്റെ മോളതും എന്തിനാ? ചെറുക്കന്റെയും പെണ്ണിന്റെയും ജാതകം നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ജാതകം നോക്കേണ്ടത് വീട്ടിലെ അമ്മായിയുടെയും നാത്തൂന്റെയും വന്നു കയറുന്ന മരുമകളുടെ ആണ്. അവരുടെ 3 പേരുടെയും ജാതകം പൊരുത്തപ്പെട്ട പിന്നെ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാവൂല. സന്തോഷത്തോടെ ചെക്കനും പെണ്ണും 1000 വർഷം ജീവിക്കും. അത് ശരിയാണല്ലോ. ഞാൻ പോണ് ജാതകം നോക്കിയിട്ടൊന്നും ഒരു കാര്യം. നന്ദി തിരുമേനി. എന്റെ കല്യാണത്തിന് ഇവിടെ തന്നെ വരാമേ. നോം പറഞ്ഞത് പിടിച്ചില്ല. ഞാൻ പണ്ടേ ഈ രീതിക്ക് ജോത്സ്യം നോക്കിയിരുന്നെങ്കിൽ ഒരു കുടുംബം ഇപ്പൊ തകരില്ലായിരുന്നു. നോം ദാ വരുന്നു.